ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു നാഷണൽ അക്കാദമി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് NIOS സെക്കൻഡറിയിലെ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ്. ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്നുള്ള മൂന്നാമത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആറ്റംസിനെ കുറിച്ചും അതുപോലെ തന്നെ മോളിക്യൂൾസിനെ കുറിച്ചുമാണ്. അപ്പോൾ ഇവയെക്കുറിച്ച് പറയുന്നതിന് മുന്നേയായി നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത് ഇവിടെ നമുക്ക് ചുറ്റും നടക്കുന്ന കെമിക്കൽ റിയാക്ഷനെ കുറിച്ചാണ്. ഒരു ഉദാഹരണത്തിന് നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. രണ്ട് വസ്തുക്കൾ കൂടിച്ചേർന്ന്, രണ്ട് കെമിക്കലുകൾ കൂടിച്ചേർന്ന് പുതിയൊരു വസ്തു ഉണ്ടാകുന്നതിനെ നമ്മൾ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതുമായ രണ്ട് വസ്തുക്കൾ, ഇവ കൂടിച്ചേർന്ന് സി എന്ന് പറയുന്ന പുതിയൊരു വസ്തു ഉണ്ടാകുന്നതിനെ, അല്ലെങ്കിൽ സിയും ഡിയും എന്ന് പറയുന്ന രണ്ട് പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് വസ്തുക്കൾ കൂടി ചേർന്നിട്ടാണ് പുതിയൊരു വസ്തുക്കൾ ഉണ്ടാകുന്നത്. രണ്ട് വസ്തുക്കൾ മാത്രമാകണമെന്നില്ല. പലപ്പോഴും രണ്ടോ മൂന്നോ നാലോ വസ്തുക്കൾ കൂടി ചേരും, എന്നിട്ട് ഉണ്ടാകുന്നതും ഒരു വസ്തു തന്നെ ആകണമെന്നില്ല. അത് സി എന്ന് പറയുന്ന വസ്തു, അതുപോലെ തന്നെ സിയും ഡിയും ഉണ്ടാകാം, സിയും ഡിയും ഇയും, ഇങ്ങനെ വ്യത്യസ്ത വസ്തുക്കളും ഉണ്ടാകാം. ഇങ്ങനെ കൂടിച്ചേരുന്ന വസ്തുക്കളെ നമ്മൾ എന്ത് വിളിക്കുന്നു? റിയാക്റ്റൻസ് എന്ന് വിളിക്കുന്നു. അതായത് ഇവിടെ കൂടിച്ചേർന്ന എയും ബിയും, അതിനെ നമ്മൾ റിയാക്റ്റൻസ് എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ പുതുതായി ഉണ്ടായ കുറച്ച് വസ്തുക്കൾ ഉണ്ടല്ലോ, അതിനെ പ്രൊഡക്ട്സ് എന്ന് വിളിക്കുന്നു. അപ്പൊ റിയാക്റ്റൻസ് കൂടിച്ചേർന്ന് പ്രൊഡക്ട്സ് ഉണ്ടാകുന്നു. ഇതിനെയാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നവയാണ് ആറ്റംസും മോളിക്യൂൾസും ഒക്കെ. അതിൻ്റെ ഡിഫറൻസ് നമുക്ക് പറയാം. അത് മുന്നേ ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു സംശയങ്ങളുണ്ട്. ഇപ്പോൾ എയും ബിയും കൂടിച്ചേർന്നു സി എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടാക്കി, അതാണല്ലോ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള റിയാക്റ്റൻസ് ഏതൊക്കെയാണ്? എയും ബിയുമാണ്. അതുപോലെ തന്നെ ഇവ കൂടിച്ചേർന്ന് ഉണ്ടായ പ്രൊഡക്റ്റ് ആണ് സി എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന എയും ബിയുടെയും അളവിലും അതുപോലെ പുതുതായി ഉണ്ടാകുന്ന സിയുടെ അളവിലും എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളത് സാധാരണ നമുക്ക് ഉണ്ടാകുന്ന സംശയമാണ്. കാരണം രണ്ട് വസ്തുക്കൾ കൂടിച്ചേരുന്നു, പുതിയൊരു വസ്തു ഉണ്ടാകുന്നു. അപ്പോൾ ഇവയുടെ അളവിൽ വ്യത്യാസം ഉണ്ടാകുമോ എന്ന സംശയമുണ്ട്. അതായത് എയും ബിയും കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന വസ്തു സി എന്ന് പറയുന്ന വസ്തു എയുടെയും ബിയുടെയും അളവിനേക്കാൾ കുറവായിരിക്കുമോ കൂടുതലായിരിക്കുമോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടാവും. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സയന്റിസ്റ്റുകൾ മനസ്സിലാക്കിയപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു പുതിയ നിയമത്തിന്റെ രൂപത്തിൽ അവരത് അവതരിപ്പിച്ചു. ഒരു പുതിയ നിയമത്തിന്റെ രൂപത്തിൽ. അപ്പൊ ഈ നിയമത്തിൽ പറയുന്നത് ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ എന്നുള്ള. അപ്പൊ ഈ ഒരു ലോയെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര്, സയന്റിസ്റ്റുകൾ മനസ്സിലാക്കിയ ഈ ഒരു കാര്യത്തെ അവർ പുതിയൊരു നിയമത്തിന്റെ രൂപത്തിൽ അവതരിപ്പിച്ചു. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്ന ആ ഒരു നിയമം. ആ നിയമത്തിൽ എന്താണ് പറയുന്നത്? ഇൻ എവരി കെമിക്കൽ റിയാക്ഷൻ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്റ്റൻസ് ആർ ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്ട്സ് എന്നുള്ളത്. അതായത് ഏത് കെമിക്കൽ റിയാക്ഷൻ നടന്നോട്ടെ, ഏത് തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻ നടന്നോട്ടെ, പക്ഷേ അവയിലൊക്കെയും ഈ പറയുന്ന റിയാക്റ്റൻസിന്റെ മാസ് എടുത്താൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിന്റെ മാസിന് തുല്യമായിരിക്കും. എന്ന് വെച്ചാൽ ഇവയുടെ റിയാക്റ്റൻസിന്റെയും പ്രൊഡക്ട്സിന്റെയും മാസിന് യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല എന്നുള്ളത്. അങ്ങനെ ഈ പറയുന്ന നിയമങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് നോക്കിയപ്പോൾ അപ്പോഴാണ് നമ്മൾ ആറ്റത്തിന്റെയും മോളിക്യൂൾസിന്റെയും കാര്യത്തിലേക്ക് വരുന്നത്. ആറ്റം എന്നുള്ളത് നമുക്കറിയാം, എല്ലാ സബ്സ്റ്റൻസിന്റെയും ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് എ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എനി സബ്സ്റ്റൻസ് എന്നൊക്കെ പറയാം. അതായത് ഏത് പദാർത്ഥമായിക്കോട്ടെ, ഏത് വസ്തുവായിക്കോട്ടെ, അവയെല്ലാം ആറ്റങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ ഏറ്റവും ചെറിയ വസ്തുവാണ് ആറ്റം എന്നുള്ളത്. അപ്പൊ ഈ ആറ്റത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി എന്താണ് മോളിക്യൂൾ എന്നുള്ളത്? മോളിക്യൂൾ അഥവാ തന്മാത്ര എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ ആറ്റങ്ങൾ കൂടിച്ചേർന്നതിനെയാണ് നമ്മൾ മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒന്നുകിൽ അത് ഒരു മൂലകത്തിന്റെ അല്ലെങ്കിൽ ഒരു എലമെന്റിന്റെ ആറ്റംസ് ആകാം. ഒരു ഉദാഹരണത്തിന് ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു മൂലകം, ആ മൂലകത്തിന്റെ രണ്ട് ആറ്റങ്ങൾ കൂടിച്ചേർന്നാൽ അതിനെ നമുക്ക് മോളിക്യൂൾ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഓക്സിജൻ എന്ന് പറയുന്ന ഒരു മൂലകം,
ആ മൂലകത്തിൻ്റെ ആ ഒരു എലമെൻറ്റിൻ്റെ 2 3 ആറ്റങ്ങൾ കൂടിച്ചേർന്നാൽ നമുക്കതിനെ എന്ത് വിളിക്കാം? ഒരു മോളിക്യൂൾ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ 2 വ്യത്യസ്ത എലമെൻറ്റുകളുടെ 2 വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ കൂടിച്ചേർന്നാലും നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? മോളിക്യൂൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതാണ് തമ്മിലുള്ള വ്യത്യാസം, ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന്. ആറ്റങ്ങൾ കൂടിച്ചേർന്നാണ് ഈ പറയുന്ന മോളിക്യൂൾ ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ആറ്റങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ മോളിക്യൂൾസിനെ കുറിച്ചും മനസ്സിലാക്കി. അതിനിടയിൽ പറഞ്ഞ മറ്റൊരു കാര്യമായിരുന്നു മൂലകം അഥവാ എലമെന്റ്സ് എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ കെമിസ്ട്രിയിൽ പീരിയോഡിക് ടേബിളിൽ ഏതാണ്ട് 118 എലമെന്റുകളുണ്ട്. ഈ എലമെന്റുകളെ സൂചിപ്പിക്കാനായിട്ട് വിവിധ സിംബലുകളും നമ്മൾ നൽകാറുണ്ട്. അവയെ ഏതൊക്കെ രൂപത്തിൽ സൂചിപ്പിക്കാമെന്നുള്ളത്. കാരണം അവയുടെ പേര് എഴുതുക എന്നുള്ളത് പലപ്പോഴും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, എപ്പോഴും പേര് എഴുതുക എന്നുള്ളത്. അതിന് പകരമായിട്ട് ഒരു സിംബൽ നമ്മൾ പലപ്പോഴും നൽകാറുണ്ട്. ആ സിംബലുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ സാധാരണ കാണാറുള്ള ചില എലമെന്റുകളുണ്ട്. അവയെ സൂചിപ്പിക്കുന്ന ചില സിംബലുകൾ കൂടിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നോക്കൂ, ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് O എന്ന് തന്നിട്ടുള്ള ഒരു സിംബലാണ്. ഈ സിംബൽ സാധാരണ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഓക്സിജനെയാണ്. ഓക്കെ, നമ്മൾ സാധാരണ കേട്ട് പരിചയമുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിജനാണ്. അങ്ങനെയെങ്കിൽ ഹൈഡ്രജൻ, അതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ പറയുന്ന H എന്നുള്ളത്, ഹൈഡ്രജൻ. ഓക്കെ, N എന്തായിരിക്കും? യെസ്, അത് തന്നെയാണ്, നൈട്രജൻ. ഓക്കെ, നൈട്രജനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. Br എന്നുള്ളത് നമ്മുടെ ബ്രോമിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ Cl എന്നുള്ളത് ക്ലോറിനെ സൂചിപ്പിക്കുന്നു. നോക്കൂ, ഈ പറയുന്നതെല്ലാം വിവിധ തരത്തിലുള്ള എലമെന്റുകളാണ്. അവയെ സൂചിപ്പിക്കുന്ന സിംബലുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. N എന്ന് കണ്ടാൽ അത് നൈട്രജൻ ആണെന്നും, Br എന്ന് കണ്ടാൽ അത് ബ്രോമിൻ ആണെന്നും, Cl കണ്ടാൽ അത് ക്ലോറിൻ ആണെന്നും, അതുപോലെ തന്നെ O എന്ന് കണ്ടാൽ അത് ഓക്സിജൻ ആണെന്നും, H കണ്ടാൽ ഹൈഡ്രജൻ ആണെന്നും നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇവിടെ തന്നിട്ടുള്ളതാണ് C. എന്തായിരിക്കും C? നമ്മൾ കൂടുതലായിട്ട് കേട്ട് പരിചയമുള്ള, നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് C എന്നുള്ളത്. അതാണ് കാർബൺ. ഓക്കെ, കാർബൺ. Al എന്തായിരിക്കും? Al നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ ഹൗസ് ഹോൾഡ് പ്രൊഡക്റ്റുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ്. Al എന്നുള്ളത് അത് അലുമിനിയമാണ്. ഓക്കെ, അലുമിനിയമാണ് ഈ പറയുന്ന Al എന്ന്. അങ്ങനെയെങ്കിൽ ഇത് മാത്രമല്ലല്ലോ എലമെന്റുകൾ ഉള്ളത്, മറ്റു ചില എലമെന്റുകൾ കൂടി നമുക്ക് നോക്കിയാലോ. നോക്കൂ, എന്താണ് ഈ AU എന്നുള്ളത്? ഈ പറയുന്ന സ്പെല്ലിങ്ങുകളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒന്നാണ് ഇതിന്റെ യഥാർത്ഥ നെയിം. കാരണം ഗ്രീക്ക് ലെറ്ററിൽ അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ ഇതിന്റെ പേര് നൽകുന്നത് കൊണ്ടാണ് ഈ ഒരു വ്യത്യാസം നൽകുന്നത്. AU എന്ന് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഗോൾഡിനെയാണ്. ഓക്കെ, നമ്മുടെ ഗോൾഡിനെയാണ്. അതുപോലെ തന്നെ AG എന്ന് സൂചിപ്പിക്കുന്നത് നമ്മുടെ സിൽവറിനെയാണ്, സിൽവറാണ്. Ca എന്നുള്ളത് കാൽസ്യമാണ്. Mg എന്ന് പറയുന്നത് മഗ്നീഷ്യമാണ്, മഗ്നീഷ്യമാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെയല്ല ഉള്ളത്. ഇങ്ങനെ ചില മാറ്റങ്ങൾ പോലും ഈ പറയുന്ന എലമെന്റുകളുടെ സിമ്പിൾ നൽകുന്ന കേസിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇനി ഇത് അല്ലാത്ത മറ്റു തരത്തിലുള്ള എലമെന്റുകൾ ഉണ്ടല്ലോ, അവയെ എങ്ങനെ നമ്മൾ അവയുടെ സിമ്പലുകൾ ഏതൊക്കെയായിരിക്കും? ആ സിമ്പലുകളെ കുറിച്ചും അതിൻ്റെ മറ്റു നൊട്ടേഷനുകളെ കുറിച്ചും കൂടുതലായിട്ട് അറിയാൻ നമ്മുടെ നാഷണൽ അക്കാദമിയുടെ ആപ്പിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ അതിൽ നൽകിയിട്ടുണ്ട്. ഉടൻ തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.